ഹായ് ഫ്രണ്ട്സ്, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാടിന്റെ തെക്ക് ഭാഗത്തായിട്ട് പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന പച്ചപ്പും മലകളും അമ്പലങ്ങളും നിറഞ്ഞ പ്രകൃതിയും പാരമ്പര്യവും ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അതെ, നമ്മൾ പോകുന്നത് തെങ്കാശിയിലേക്കാണ്. അപ്പൊ ഞാൻ ജാസ്മിൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കൊല്ലത്ത് നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 7:30 നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പുനലൂർ തൂക്കുപാലമാണ്. കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലടയാറിന്റെ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു തൂക്കുപാലം കൂടിയാണിത്. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് പുനലൂരിൽ ഇങ്ങനെ ഒരു തൂക്കുപാലം വേണമെന്നുള്ള ഒരു ആവശ്യം ആദ്യമായിട്ട് വന്നത്. അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന നാണപ്പിള്ള അന്നുണ്ടായിരുന്ന ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറി കാണുകയും ഇങ്ങനെ ഒരു തൂക്കുപാലം വേണമെന്നുള്ള ഒരു ആവശ്യം പറയുകയും ചെയ്തു. കല്ലടയാറിന് ആക്ച്വലി ഭയങ്കരമായിട്ട് അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്ന തരത്തിലുള്ള ഒരു പാലം ഇവിടെ പ്രായോഗികമാകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തൂക്കുപാലം എന്നൊരു സങ്കല്പത്തിലേക്ക് അവർ വന്നത്. ഇങ്ങനെ ഒരു തൂക്കുപാലം വന്നതിന് ശേഷം തമിഴ്നാടുമായിട്ടുള്ള വാണിജ്യം കച്ചവടങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കുകയും ഒരുപാട് ചരക്ക് നീക്കങ്ങളൊക്കെ ഈ പാലത്തിലൂടെ നടക്കുകയും ചെയ്തു. ഈ തൂക്കുപാലം നമുക്ക് എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെ കയറി കാണാവുന്നതാണ്. തിങ്കളാഴ്ച ദിവസം അവധിയാണ്. നമ്മൾ തൂക്കുപാലം കണ്ടു കഴിഞ്ഞിട്ട് പുനലൂരിൽ തന്നെയുള്ള ശരവണ ഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ മസാല ദോശ, പൂരി മസാല ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വഴിക്ക് പോകുന്നവർ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോട്ടൽ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് തെന്മല, 13 കണ്ണറ പാലം, അത് കഴിഞ്ഞ് ചെങ്കോട്ട, പിന്നെ തെങ്കാശി. നമ്മൾ തെങ്കാശിയാണ് മെയിനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലുള്ള ഈ സ്ഥലങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു പോകുന്നേ ഉള്ളൂ. നമ്മൾ തെങ്കാശിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കൽ ലുക്കൗട്ട് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കൽ ലുക്കൗട്ട് പോയിന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ലുക്കൗട്ട് ഏകദേശം ഒരു 20 മീറ്റർ ഹൈറ്റിൽ വരുന്ന ഒരു വാച്ച് ടവർ ആണ്. അതിന്റെ മുകളിൽ ഒരു സർക്കിൾ ഷേപ്പിലുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. അതിന്റെ മുകളിലേക്ക് പോകാനായിട്ട് ഒരു സ്റ്റെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുകളിൽ കയറി നിന്നാൽ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും. നമ്മൾ തുമ്പൂർ മൊഴിയൊക്കെ പോകുമ്പോൾ അവിടെ ഒരു വാച്ച് ടവറിൽ കയറി നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയില്ലേ, അതിനൊരു സമാനമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ ആക്ച്വലി ഒരു തടയണയാണുള്ളത്. ഈ തടയണയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. തെന്മല ഇക്കോ ടൂറിസ്റ്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയാണ്. അപ്പൊ അതിന്റെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വാച്ച് ടവറിന്റെ സൈഡിൽ കൂടെ നടന്ന് നമുക്ക് താഴെ വരെ പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളും കാണാം. അപ്പൊ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂവിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് കാഴ്ചകൾ കണ്ടിട്ട് പോവുകയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ആനിമൽസിനെ സ്പോട്ട് ചെയ്യാന്നാണ് പറയുന്നത് ആൾക്കാർ. മാന്, കുരങ്ങൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ രാവിലെ വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ആനിമൽസിനൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ ഇതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. കൊല്ലം തെങ്കാശി പോകുന്ന റൂട്ടിൽ തന്നെ റോഡ് സൈഡിലായിട്ടാണ് ഇങ്ങനെ ഒരു ലുക്കൗട്ട് ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു കാഴ്ച മിസ്സാക്കാതെ കാണാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് തെന്മലയിലേക്കാണ്. ആക്ച്വലി ഈ തെന്മല എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫുൾ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മൾ തെങ്കാശി പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നില്ല. എന്നിരുന്നാലും തെന്മലയിലേക്ക് പ്രത്യേകമായിട്ട് വരുന്നവർക്കും ഇനി തെന്മലയും തെങ്കാശിയും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ വേണ്ടി വരുന്നവർക്കും വേണ്ടി ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് നമ്മളിവിടെ ഇറങ്ങിയത്. ഇവിടെ തെന്മല ഇക്കോ ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ബോട്ടിങ്, കുട്ടവഞ്ചി, ട്രക്കിംഗ് ഉണ്ട്, ജംഗിൾ സഫാരി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം. പിന്നെ ആ ആക്ടിവിറ്റീസിന് പോവാം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പാർക്കിലൊക്കെ കളിക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു പോകുന്ന വഴിക്ക് തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെന്മല ഡാമിന്റെ കാഴ്ചകളും കാണാം. ഡാമിലേക്ക് നമുക്ക് വേറെ പോകണം, ടിക്കറ്റ് എടുത്ത് പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ട് തന്നെ ഈ റോഡിൽ നിന്ന് അതിന്റെ കാഴ്ചകൾ കുറച്ചു നേരം കണ്ടു. അപ്പോഴാണ് ചെന്തുരുണി ഇക്കോ ടൂറിസത്തിന്റെ ഒരു ജംഗിൾ സഫാരി വണ്ടി പോയത്. ആക്ച്വലി അതിന്റെ ഫ്രണ്ടിലുള്ള കടുവയൊക്കെ കണ്ട് ഞാൻ ശരിക്കും അങ്ങോട്ടേക്ക് ഒന്ന് അട്രാക്ട് ആയി. പക്ഷെ നമുക്ക് പോകാനും സമയമില്ല, നമ്മൾ ടിക്കറ്റും ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളിനി തിരിച്ചു പോവാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ റോഡ് സൈഡിൽ തന്നെ ലൗലോലിക്ക, നെല്ലിക്ക ഇതൊക്കെ ഉപ്പിലിട്ടിരിക്കുന്ന കണ്ടത്. അപ്പൊ അത് കണ്ടിട്ട് എങ്ങനെയാ ഇത് കഴിക്കാണ്ട് പോണത്. കുറെ നാളായി ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട്. അത് മാത്രമല്ല ലൗലോലിക്ക ഉപ്പിലിട്ടതൊന്നും അങ്ങനെ നോർമലി നമ്മൾ കഴിക്കാറില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഒരു കവർ ലൗലോലിക്ക വാങ്ങിച്ച് ഇങ്ങനെ വഴി കൂടെ നടന്ന് കഴിച്ചിട്ട് പോവാണ്. നമ്മൾ ഇനി പോകുന്നത് 13 ആർച്ച് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന 13 കണ്ണറ പാലത്തിലേക്കാണ്. നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ ഈ പാലം കണ്ടിട്ടുണ്ട്. ഈ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനിൽ തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച വളരെയധികം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ കഴുതുരുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൗണ്ടൻ റെയിൽവേകളിൽ ഒന്നുകൂടിയാണ് ഈ 13 കണ്ണറ പാലം. പണ്ട് കാലത്ത് കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് 1904 ബ്രിട്ടീഷുകാർ ഈ ഒരു 13 കണ്ണറ പാലം നിർമ്മിച്ചത്.
പാറ, ചുണ്ണാമ്പ് കല്ല്, സുറുക്കി മിശ്രിതം എന്നിവ ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഈ പാലത്തിന് കാര്യമായ കേടുപാടുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. നമ്മൾ ഈ റീസെൻ്റ് ആയിട്ട് നിർമ്മിക്കുന്ന എത്രയോ പാലങ്ങളാണ് ഇടിഞ്ഞു വീണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണെന്ന് തന്നെ പറയാം. ഇതിന് 13 കമാനങ്ങളാണുള്ളത്. ഏകദേശം 100 അടി ഉയരമുള്ള 13 ഗ്രാനൈറ്റ് തൂണുകളാണ് ഈ പാലത്തിൽ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഒരു വശത്ത് കഴുതുരുട്ടി നദിയും മറുവശത്ത് കൊല്ലം തിരുമംഗലം ദേശീയപാതയുമാണ് ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലം സൈഡിലേക്ക്, അതായത് കൊല്ലം കഴിഞ്ഞ് പുനലൂർ, തെന്മല ഭാഗത്തേക്ക് ഒരു ട്രിപ്പ് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, ആദ്യമായിട്ട് കാണുന്ന സ്ഥലമായതുകൊണ്ട്. സാധാരണ ഞാൻ എറണാകുളത്ത് നിന്ന് ഇടുക്കി, പാലക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കണ്ട കാഴ്ചകൾ തന്നെ ആയിരിക്കുമല്ലോ കുറേ ദൂരം ഉണ്ടാവുക. ഇതിപ്പം തുടക്കം തൊട്ടേ തന്നെ ഒരു ഫ്രഷ് ഫീലാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ ഒരു അരുവിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പേര് ആക്ച്വലി എനിക്ക് അറിയത്തില്ല. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പം നല്ലൊരു ലാൻഡ്സ്കേപ്പ് കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരു വെർത്ത് വിസിറ്റ് ആണ്. പോകുന്ന റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും. അപ്പം അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ നേരം ഇറങ്ങിയിരുന്ന് കളിക്കാം. പിന്നെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പം നമ്മളിവിടെ ഇറങ്ങി കുറേ നേരം സ്പെൻഡ് ചെയ്തു, കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയാൽ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ആര്യങ്കാവാണ് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ സ്ഥലം. ഇവിടുന്ന് നമ്മൾ ഒരു 16 കിലോമീറ്റർ കൂടെ പോയാൽ ചെങ്കോട്ട എത്തും. ആക്ച്വലി കൊല്ലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്ക് ട്രെയിൻ ഉണ്ട്. നല്ല അടിപൊളി റൂട്ടാണ്. നമ്മൾ കണ്ട 13 കണ്ടറ പാലത്തിൽ കൂടെയൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു റൂട്ട് പോകണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇതുവരെ നടന്നിട്ടില്ല. അപ്പം നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയണം. നിങ്ങൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റൂട്ട് തന്നെയാണ് കേട്ടോ. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് തമിഴ്നാടിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടു തുടങ്ങും. നമ്മൾ കമ്പം തേനിയൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. പക്ഷെ ഭയങ്കര ചൂടാണ്. 37-38 ഡിഗ്രിയാണ് പുറത്ത് ടെമ്പറേച്ചർ കാണിക്കുന്നത്. അതേപോലെ തന്നെ വെയിലും ഉണ്ട്. ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഉഷ്ണം എടുക്കുന്ന പോലെ തോന്നുന്നത്. ഇനി നമ്മൾ നേരെ പോണത് തെങ്കാശിയിലെ കുറച്ച് കാഴ്ചകളിലേക്കാണ്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് 5 ഫാൾസ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുറ്റാലം വെള്ളച്ചാട്ടവും ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 5 ഫാൾസിലേക്ക് പോയിട്ട് പിന്നെ നമുക്ക് തിരിച്ചു വരുന്ന വഴി കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കയറണം. നമ്മളങ്ങനെ 5 ഫാൾസ് എന്ന് പറയുന്ന വാട്ടർഫാളിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് വണ്ടികൾ ഇടാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ വന്നത് ഒരു അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡാണ്. ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കടകളുണ്ട്. ഒരുപാട് മുറുക്ക്, തമിഴ്നാടിൻ്റെതായ ഒതന്റിക് കുറേ സ്ട്രീറ്റ് ഫുഡുകൾ കിട്ടുന്നുണ്ട്. പിന്നെ അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഫുഡും ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കാം. പിന്നെ വൃത്തി ഒരു പ്രശ്നമാണ്. അധികം നമുക്ക് വൃത്തിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ കഴിക്കാനൊന്നും തോന്നിയില്ല. മാത്രമല്ല പരിസരം മൊത്തം വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ 5 ഫാൾസ് എന്ന വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 5 വെള്ളച്ചാട്ടമായിട്ടാണ് കാണുന്നത്. ചെറിയ ഉയരത്തിൽ നിന്നാണ് വീഴുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. നന്നായിട്ട് കൈവരികളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വൃത്തികേടാക്കിയിടുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല തിരക്കുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് അവധി ദിവസമാണല്ലോ, അതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ്. പിന്നെ ഈ തമിഴ്നാട്ടിൽ വരുമ്പം വെള്ളച്ചാട്ടത്തിനടുത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇവർക്ക് പൊതുവെ വെള്ളച്ചാട്ടങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഇവർ വെള്ളച്ചാട്ടങ്ങളിൽ പോകാനും അതിൻ്റെ അകത്ത് കുളിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതുകൊണ്ടും പിന്നെ ആതിരപ്പള്ളിയൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലമായതുകൊണ്ടും നമുക്ക് ഈ വെള്ളച്ചാട്ടം അത്രയ്ക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിയുടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പോലും തോന്നാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ശരിക്കും എന്തൊക്കെയോ സ്മെല്ലും കുറേ ഫുഡിൻ്റെ ഒക്കെ വേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് എന്തോ പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം അധികം നമുക്ക് ഇവിടെ നിൽക്കാൻ തോന്നത്തില്ല. പിന്നെ നമുക്കിവിടെ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്തായാലും വന്നതല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണണമല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു സംഭവം പറയാനുള്ളത്, ഇവിടെ ഒരു ക്ഷേത്രം പോലെ ഒരു കോവിൽ പോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിറയെ കുരങ്ങന്മാരാണ്. ഈ കുരങ്ങന്മാർ മനുഷ്യന്മാരുള്ള എല്ലാ സ്ഥലത്തും പോകും. അവർക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. സാധാരണ ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴാണ് ഇങ്ങനെ കുരങ്ങന്മാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത്. ഇവിടെ അതേപോലെ ഫ്രണ്ട്ലി ആണോ, ഇവർ ഭയങ്കര അറ്റാക്കിംഗ് മൈൻഡ് ആണോ എന്താണെന്ന് മനസ്സിലാവണില്ല. ഇവിടെ ഒരു കപ്പലണ്ടി കൊടുക്കുന്ന ആൾ, കപ്പലണ്ടി വിൽക്കുന്ന ആൾ ഇരിപ്പുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് കസ്റ്റമർ വാങ്ങിക്കുന്നതിന് മുമ്പേ ഇവന്മാർ വാങ്ങിച്ചിട്ട് ഓടുക. ഇവന്മാരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പക്ഷെ ഭയങ്കര രസമാണ്. എവിടെ പോയാലും ഇവന്മാരെ നോക്കി നിൽക്കാൻ നമുക്ക് സമയം പോകുന്നത് അറിയില്ല. പക്ഷെ ഇവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. നാളൊരു വീഡിയോയിൽ കണ്ട് ഒരു ഐഫോൺ കൊണ്ടിട്ട് ഒരു കുരങ്ങൻ മരത്തിന്റെ മുണ്ടേ കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചോണം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അങ്ങനെ പേടിയൊന്നും ഞാൻ കണ്ടില്ല. എല്ലാവരും ഭയങ്കര കൂളായിട്ടിരിക്കുന്നുണ്ട്. അവരെ തോളെ കൂടെ മേളിൽ കൂടെയൊക്കെ കുരങ്ങന്മാർ ഇങ്ങനെ ചാടി പോകുന്നുണ്ട്.
എന്നാലും ഒരു നല്ല രസമാണ് കുറച്ചു നേരം കണ്ടിരിക്കാനായിട്ട്. നമ്മളിനി അടുത്തതായിട്ട് കുറ്റാലം വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് കുറച്ച് പടികളുണ്ട്. നമ്മൾ പടികൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് തത്തമ്മയൊക്കെ കണ്ട് ഭാവിയൊക്കെ പറയുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്. 2-3 അണ്ണന്മാരുണ്ട്. അപ്പൊ പോകുന്നവരെല്ലാരും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പോയിട്ട് ഇങ്ങനെ ഭാവിയൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ആ ഒരു സാഹസത്തിലേക്ക് കടന്നില്ല. നമ്മൾ നേരെ ഇങ്ങനെ കുറ്റാലം വാട്ടർഫാൾസിലേക്ക് ഇറങ്ങുകയാണ്. ഇവിടെയും കുറെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും സ്നാക്സ് ഒക്കെ കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഏതൊരു സ്ഥലത്ത് ചെന്നാലും, ഈ ഒരു തമിഴ്നാടിന്റെ ഏതൊരു ഭാഗത്ത് ചെന്നാലും നമുക്ക് അവിടെ ഒരു ചെറിയൊരു അമ്പലമോ കോവിലോ അങ്ങനെ ഒരു സംഭവം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വാട്ടർഫാൾസിന്റെ അടുത്തായിട്ടും ഉണ്ട്. നമുക്ക് ഇങ്ങനെ ദൂരെ നിന്നേ തന്നെ കുറ്റാലം വാട്ടർഫാൾസ് കാണാം. നല്ല ഹൈറ്റിൽ ഇങ്ങനെ വെള്ളം വരുന്നത്. ഇപ്പൊ ഇത്തിരി അത്യാവശ്യം ഒരു ഉണക്ക് സമയം ആയതുകൊണ്ട് തന്നെ അധികം വെള്ളമില്ല, പക്ഷെ നല്ല തിരക്കാണ്. അപ്പുറത്ത് നമ്മൾ കണ്ട അതേ തിരക്ക് പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ തെങ്കാശിയിലെ തന്നെ ഏറ്റവും വലിയൊരു വാട്ടർഫോളാണ് കുറ്റാലം വാട്ടർഫോൾ എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടതും ഒരുപാട് പറഞ്ഞു കേട്ടതുമായിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ്. ഈ തെങ്കാശിയിൽ ആക്ച്വലി 9 വാട്ടർഫോൾസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ വാട്ടർഫോൾ എന്ന് പറയുന്നത് കുറ്റാലമാണ്. പിന്നെ ഒന്നും നമ്മൾ നേരത്തെ കണ്ട 5 വാട്ടർഫോൾ, അതേപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വാട്ടർഫോൾസ് ഇതിന്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പൊ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പോയി കാണാവുന്നതാണ്. നമ്മളിപ്പോ ഇനി കുറ്റാലം വാട്ടർഫോൾസ് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം തന്നെ മിക്ക സ്ഥലങ്ങളിലും പുളിമരങ്ങളുണ്ട്. അത് നമ്മൾ ഈ പൊള്ളാച്ചിയിലൊക്കെ അല്ലെങ്കിൽ പളനി ടു കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ വഴിയിൽ. അപ്പൊ ആ ഒരു വൈബാണ് കിട്ടുന്നത്. അതേ ഒരു ലാൻഡ്സ്കേപ്പ് മിക്ക സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തെങ്കാശിയിലെ തന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കാശി വിശ്വനാഥ ടെമ്പിൾ. നമ്മൾ ഈ ടെമ്പിളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഈ ഒരു ടൗണിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും ഈ ടെമ്പിളിന്റെ ഗോപുരം കാണാം, പക്ഷെ മെയിൻ എൻട്രൻസ് കാണാൻ പറ്റുന്നില്ല. ഗൂഗിൾ മാപ്പിൽ ഇട്ട് വന്നാലും നമുക്ക് ആ മെയിൻ എൻട്രൻസിലേക്ക് തിരിയുന്നില്ല, ചുമ്മാ കിടന്ന് വട്ടം ചുറ്റുക. അങ്ങനെ അവസാനം നമ്മളിവിടെ എത്തിച്ചേർന്നു. ആക്ച്വലി അമ്പലങ്ങൾ പൊതുവെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ കേരളത്തിലെ അമ്പലങ്ങളാണെങ്കിലും തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പ്രത്യേകിച്ചും അതിൻ്റെ ഒരു സ്ട്രക്ചറും കളറും എല്ലാം തന്നെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ആക്ച്വലി നമ്മൾ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ഇത്രയും അതിശയത്തോട് നോക്കുന്ന ഈ സ്ട്രക്ചറിനെ വിദേശികൾ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നതെന്നൊക്കെ ഞാനിവിടെ ഇന്നിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു. ഭയങ്കര ഭംഗിയാണ് ഈ അമ്പലം കാണാനായിട്ട്. പക്ഷെ നമ്മൾ വന്നത് ഒരു നട്ടുച്ച സമയമായിപ്പോയി. അതുകൊണ്ട് ആ ഗോപുരമൊന്നും മര്യാദയ്ക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. കണ്ണ് തുറന്ന് മുകളിലോട്ട് നോക്കാൻ പറ്റുന്നില്ല, അത്രയധികം വെയിലാണ്. രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് അമ്പലം തുറക്കുന്നത്. ഉച്ചവരെ തുറക്കും, പിന്നെ വൈകുന്നേരമാണ് തുറക്കുന്നത്. അപ്പൊ നമ്മൾ വന്നപ്പോൾ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് കാഴ്ചകളൊക്കെ കണ്ടു, ഫോട്ടോസ് ഒക്കെ എടുത്തു. ഇത് 13-ാം നൂറ്റാണ്ടില് പാണ്ഡ്യരാജാവായിരുന്ന പരാക്രമ പാണ്ഡ്യൻ നിർമ്മിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ കുറെ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഗൂഗിളിൽ വിക്കിപീഡിയയിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ പോകുന്നത് തെങ്കാശിയിലെ ഗ്രാമങ്ങളിൽ കൂടെയാണ്. ചെറിയ റോഡുകളും റോഡിന് ഇരുവശത്തായിട്ട് ഒരേപോലെ ഒരേ സൈസിൽ കാണുന്ന വീടുകൾ. അത് ഭയങ്കര ഭംഗിയായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു പരസ്യ ബോർഡാണെങ്കിൽ പോലും ഇവർ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പെയിന്റുകൾ യൂസ് ചെയ്യും. അത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അന്യൻ സിനിമയിലെ കുറച്ച് പ്രധാന രംഗങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ്. കുറേ തമിഴ് സിനിമകൾ ഈ ചെങ്കോട്ട തെങ്കാശി ഭാഗങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അന്യൻ സിനിമയിലെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി എന്ന് പറയുന്ന പാട്ട് മുഴുവനായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ്. ഈ സ്ഥലത്ത് ഇപ്പൊ അറിയപ്പെടുന്ന പേര് അന്യൻ പാറ എന്നാണ്. കാരണം ഈ ഒരു സ്ഥലമാണ് ആ ഒരു പാട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള പാറകളിൽ പെയിന്റ് ചെയ്തിട്ടും പിന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ പെയിന്റ് ചെയ്തിട്ടൊക്കെയാണ് ആ പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെയുള്ള കുറെ ചെറിയ ചെറിയ അഗ്രഹാരങ്ങളിലൊക്കെ നന്നായിട്ട് പെയിന്റ് ചെയ്ത് പിന്നെ അവര് കുറെ സെറ്റുകൾ അതിനുവേണ്ടി ചെയ്തിട്ടുണ്ട്. രണ്ടും ഇവിടെ ഉള്ളതും സെറ്റുകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തത്. ഏകദേശം 1 കോടി രൂപ മുതൽ മുടക്കിലാണ് ആ പാട്ട് 2005 ഷൂട്ട് ചെയ്തതെന്ന് ഓർക്കണം. ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു? 20 വർഷങ്ങൾക്ക് മുമ്പാണ് ആ സിനിമ ഇറങ്ങിയത്. അപ്പൊ 2005 അത്രയും വലിയൊരു മുതൽ മുടക്കിൽ അത്രയും ഭയങ്കര കളർഫുൾ ആയിട്ട് ഭയങ്കര അടിപൊളി മ്യൂസിക്കലായിട്ട് ഇറങ്ങിയൊരു പാട്ടാണ്. ഇപ്പോഴും ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ആ മനസ്സിൽ ആ പാട്ട് വരികയും അതിനകത്തുള്ള കണ്ട കാഴ്ചകളൊക്കെ പോയി നോക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പാറയിൽ ഒരുപാട് സിനിമാ നടന്മാരുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിന്റെ പെയിന്റ് ഒക്കെ പോയിട്ട് മങ്ങിയിട്ടുണ്ട്, എന്നാലും നമുക്ക് ചെറുതായിട്ട് കാണാം. പിന്നെ നമുക്ക് ഈ പാറയുടെ മുകളിലൊക്കെ കയറി എന്നിട്ട് ഇതിന്റെ ഒരു ഏരിയൽ വ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു 360 വ്യൂ കാണാം. ചുറ്റിലും ഭയങ്കര വിശാലമായിട്ടുള്ള പാടങ്ങളാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞങ്ങൾ വന്ന പോലെ നട്ടുച്ചയ്ക്ക് വരാതിരിക്കുക. വൈകുന്നേരങ്ങളിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങ് അകലെയായിട്ട് നമുക്ക് കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റും. പൊതുവെ ഈ സ്ഥലത്ത് ഭയങ്കര കാറ്റാണ്, അതുകൊണ്ടാണ് ഇത്രയും കാറ്റാടി പാടങ്ങൾ വരുന്നത്. അതിന്റെയും കൂടെ ഒരു ഭംഗി നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. ഈ വഴി തന്നെയാണ് നമുക്ക് സുന്ദരപാണ്ഡിപുരം പോകാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പൊ ഒരു നട്ടുച്ച സമയം ആയതുകൊണ്ട് തന്നെ
നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പിന്നെ 1-2 സ്ഥലങ്ങൾ നമ്മുടെ ഒരു പ്ലാനിലുണ്ട്. ആ സ്ഥലം കൂടെ കണ്ടു കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിന്ന് സുന്ദരപാണ്ഡിപുരത്ത് പോവുള്ളൂ. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ വൈകിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടത്തില്ല. ഇനി നമുക്ക് തെങ്കാശി ടൗണിലേക്ക് എത്തിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇനി നേരെ തെങ്കാശി ടൗണിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ പതുക്കെ തെങ്കാശി ടൗണിലേക്ക് വന്നിട്ട് ശ്രീ മധുരം വെജ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. ഭയങ്കര തിരക്കാണ്. പുറത്ത് ആൾക്കാർ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്നിട്ട് അകത്ത് കയറി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഇപ്പോൾ തെങ്കാശിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും ഈ മധുരം റെസ്റ്റോറൻറ്റ്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ്. തിരുമലൈ കോവിൽ ടെമ്പിളിലേക്കാണ് പോകുന്നത്. തെങ്കാശിയിൽ നിന്നും ഏകദേശം ഒരു 17 കിലോമീറ്റർ പോയാൽ നമുക്ക് ഈ അമ്പലത്തിലെത്താം. നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്. ഏകദേശം ഒരു 625 പടികൾ കയറി വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ. പക്ഷെ നമ്മളിപ്പോൾ പടി കയറിയല്ലോ പോണത്. ഇതിന്റെ മുകളിൽ വരെ വണ്ടി എത്തും. 50 രൂപ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ മുകളിലേക്ക് എത്താൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലേസിലാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ്. അത് അടുത്തിറങ്ങിയ പുഷ്പ പാർട്ട് 1ന്റെ ഒരു മെജോറിറ്റി സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര അടിപൊളിയാണ്. തെങ്കാശിയിലേക്ക് ഒരു ട്രിപ്പ് വരുമ്പം ഈ ഒരു സ്ഥലം മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര താഴ്വാര കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. തെങ്ങിൻ തോപ്പുകളും അങ്ങകലെയായിട്ട് കാറ്റാടി പാടങ്ങളും അങ്ങകലെ നല്ല ഉയരത്തിൽ നിൽക്കുന്ന മലകളും ഒരു വശത്തായിട്ട് പാറയും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇത്രയും ഭംഗിയുള്ള റോഡിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ ഈ അമ്പലത്തിന്റെ മുകളിലേക്ക് എത്തുന്നത്. നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് കയറി വന്നെങ്കിലും ഒരുപാട് പേര് ഈ 625 പടികൾ കയറി വരുന്നുണ്ട്. ഈ പടി കൂടെയാണ് മുകളിലേക്ക് എത്തുന്നത്. പിന്നെ നമുക്ക് ഈ പടി കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ വണ്ടിയൊന്നും ഇല്ലെങ്കിൽ താഴെ നിന്ന് ബസ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അതിന്റെ സമയം അറിയത്തില്ല. താഴെ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും. പിന്നെ ഈ അമ്പലം നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇവിടെ വന്ന് കാണണം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ തീർത്ഥാടകർക്ക് മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വരാം. പിന്നെ അമ്പലത്തിൽ കയറുക തൊഴുക എന്നുള്ളത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. അത് എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നമ്മൾ അമ്പലത്തിന്റെ അകത്തോട്ടൊന്നും കയറിയില്ല. നമ്മൾ പുറത്ത് നിന്ന് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഏതൊരു സ്ഥലത്ത് നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. തെങ്കാശിയിൽ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. നമ്മൾ ഇനി പോകുന്നത് മേക്കര എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിലേക്കാണ്. തിരുമലൈ കോവിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്റർ പോയാൽ നമുക്ക് ഈ വില്ലേജിലേക്ക് എത്താം. ഇപ്പൊ സമയം ഏകദേശം ഒരു 5 മണി ആവുന്നുണ്ട്. നമ്മൾ സുന്ദരപാണ്ഡിപുരവും കൂടെ പോകാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അത് നമ്മൾ കട്ട് ചെയ്തു. പിന്നെ വേറൊരു ദിവസം നമുക്ക് സുന്ദരപാണ്ഡിപുരത്തേക്ക് മാത്രമായിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നത്തെ യാത്രയുടെ, ഈ തെങ്കാശി യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നതും ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നതും ഈ മേക്കര എന്ന് പറയുന്ന വില്ലേജിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഈ ഒരു ഭാഗത്തെ പറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ മേക്കര വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. നമ്മൾ പെട്ടെന്ന് പാലക്കാട് ഏതോ ഒരു ഗ്രാമത്തിൽ എത്തിയതുപോലെ അല്ലെങ്കിൽ കൊല്ലംകോട് എത്തിയതുപോലെ തോന്നുന്ന ഒരു ഫീല് തരുന്ന സ്ഥലമാണ് മേക്കര. എനിക്ക് പൊതുവേ ഇതുപോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങൾ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓർഗാനിക് ആയിട്ട് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളില്ലേ, കുറച്ച് പാടത്തുള്ള ആൾക്കാർ പണിയെടുക്കുന്നതും അവരുടേതായ കുറച്ച് ട്രാക്ടറും ഈ കാളവണ്ടിയും അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഈ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി നോക്കിയിരുന്നത്. ഒരുപാട് പേരുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മൾ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു സ്ഥലം ഇപ്പം അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇവിടെ മലയാളികൾ തന്നെയാണ് കൂടുതലും. എല്ലാവരും ഭയങ്കര ഫോട്ടോ സെഷനിലൊക്കെ മുഴുകിയിരിക്കണതാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെയുള്ള ആൾക്കാർ ഭയങ്കര സ്ലോ ആയിട്ട് ജീവിതം ജീവിച്ചു തീർക്കുന്ന ആൾക്കാരാണെന്നാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഒരുപോലത്തെ ലൂപ്പിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നിയത്. രാവിലെ എണീക്കുന്നു, വീട്ടിൽ ജോലി ചെയ്യുന്നു, നേരെ ഓഫീസിൽ പോകുന്നു, ഒരു ഫുൾ ഡേ ഓഫീസിൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ 5 ദിവസം 6 ദിവസം നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് വീക്കെൻഡിലേക്ക് എത്തുന്നു. പിന്നെ വീക്കെൻഡിൽ നമുക്ക് കുറേ കാര്യങ്ങൾ റുട്ടീനായിട്ട് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ ഇതേ ലൂപ്പുകൾ തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ വല്ലപ്പോഴും ഇതേപോലെ ഓരോ യാത്രകൾക്ക് വരുന്നു, ഒന്ന് റിഫ്രഷ് ആവുന്നു, വീണ്ടും നമ്മൾ പോയിട്ട് ആ ഒരു ലൂപ്പിലേക്ക് വീഴുകയാണ്. പക്ഷേ ഇവർ നോക്കുമ്പോൾ ഇവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ലൈഫ് ഭയങ്കര സ്ലോ ആയിട്ട് ആസ്വദിച്ച് ജീവിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുമാണല്ലോ കാണാനായിട്ട്. വൈകുന്നേരം ഒരു 5:30 സമയം ആയതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. കുറേ പേര് പശുക്കളെ കൊണ്ടുപോകുന്നു, ആടുകളെ കൊണ്ടുപോകണു, പിന്നെ ട്രാക്ടറായിട്ട് തിരിച്ചു പോകുന്നവരുണ്ട്, നെല്ലുഴുത് കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു പീസ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ കൊല്ലംകോടൊക്കെ പോകുമ്പോൾ കാണുന്നതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയും വിശാലമായിട്ടൊരു സ്ഥലമല്ല. എന്നിരുന്നാലും ഇങ്ങനൊരു സ്ഥലം തെങ്കാശിയിൽ വരുമ്പം എക്സ്പ്ലോർ ചെയ്യുന്നത് ശരിക്കും ആ ഒരു ട്രിപ്പിൽ എന്തുകൊണ്ടും വെർത്താണ്.
തെങ്കാശിയിലെ കാഴ്ചകൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കാഴ്ചകളുണ്ട്. സുന്ദരപാണ്ഡ്യപുരമുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ പകൽ ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്രയും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ച് കൊല്ലം വരെ എത്തേണ്ടതാണ്. നമ്മൾ ഇന്ന് തിരികെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ തെങ്കാശിയിലേക്ക് വരുന്നവരെയുള്ള കാഴ്ചകളും തെങ്കാശിയിൽ വന്ന് നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ ഇതിനു മുമ്പ് തെങ്കാശി മേക്കരയൊക്കെ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.